നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ സൈമ അവാർഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ വർഷത്തെ 2024 മികച്ച മലയാള താരത്തിനുള്ള നോമിനേഷൻ കിട്ടിയ 6 പേരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തത്. ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നത് മമ്മൂട്ടിയുടെ പേരിനെ കുറിച്ചായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം മമ്മൂട്ടിയുടെ പ്രകടനം വലിയ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രകടനം കൂടിയുണ്ട്. അത് ഇരട്ട എന്ന് പറയുന്ന സിനിമയിലെ ജോജുവിൻ്റെ പ്രകടനം തന്നെയായിരുന്നു. ഈ 2 പേരുടെയും പേരുകൾ തന്നെയാണ് ഇപ്പോൾ സൈമയുടെ അവാർഡിൻ്റെ കാര്യത്തിലും നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. നമ്മുടെ ചാനലിൽ പറയുന്നതല്ല, അല്ലാതെ സൈമയുടെ സൈറ്റിലെ കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ 2 പേരുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവരിൽ 2 പേരിൽ ഒരാളായിരിക്കും അവാർഡ് നേടുക എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അത് ആരായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒരു ഫൈനൽ റൗണ്ട് എന്ന് പറയുന്ന ഒരു റൗണ്ടൊന്നുമില്ല. പറയുന്നത് ജനങ്ങളുടെ വോട്ടിലൂടെയാണ് സൈമയുടെ അവാർഡ് കിട്ടുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ ഇതുവരെയുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അതൊരു താരമൂല്യം അനുസരിച്ച് കൊടുക്കുന്ന രീതിയാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ഏതെങ്കിലും ഒരു സിനിമയിലെ താരത്തിന് അവാർഡ് കൊടുക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ താരമൂല്യത്തിൻ്റെ കാര്യമായാലും ഹിറ്റുകളുടെ കാര്യത്തിലായാലും ഇരട്ട എന്ന് പറയുന്ന സിനിമയേക്കാൾ തീർച്ചയായിട്ടും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾ തന്നെയാണ്. അതുമാത്രമല്ല പ്രകടനത്തിൻ്റെ കാര്യമായാലും 2 സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇരട്ട എന്ന് പറയുന്ന സിനിമ ജോജുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു പ്രകടനമായിട്ട് കണക്ക് കൂട്ടാമെന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ കരിയറിലെ അത്ഭുതകരമായിട്ടുള്ള പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു നമ്മൾ ഈ പറഞ്ഞ 2 സിനിമകളിലെയും കാതൽ എന്ന് പറയുന്ന സിനിമയുടെ ആയാലും നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ ആയാലും പെർഫോമൻസ്. അതിനകത്ത് നൻപകലിലെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ മൂന്നാമത് കണ്ണൂർ സ്ക്വാഡിൻ്റെ പേര് കൂടി ഈ ഒരു ലിസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ സ്ക്വാഡിലെ പ്രകടനത്തിൽ നമുക്ക് അത്രയും അങ്ങോട്ട് ഈ മറ്റ് 2 സിനിമകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരല്പം പുറകിലാണ് എന്ന് തോന്നുമെന്നുണ്ടെങ്കിലും ഇരട്ട എന്ന് പറയുന്ന സിനിമയിലെ ജോജുവിൻ്റെ പ്രകടനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഈ 3 സിനിമകളും 1-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടി തന്നെയായിരിക്കും സൈമ അവാർഡിന് ഏറ്റവും യോഗ്യനെന്ന് വിലയിരുത്തുന്നത്.